ഹലോ, കേരള രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നെയ്ച്ചോറാണ് കേട്ടോ. അപ്പം അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പം നെയ്ച്ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ അരിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം വെള്ളം ഒഴിച്ച് വെക്കണം. എന്നിട്ട് നമുക്ക് കഴുകി എടുക്കണം. അപ്പം നമ്മൾ അരിയിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 10-15 മിനിറ്റ് നേരം ഒന്ന് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് നന്നായി കഴുകി വാരി എടുക്കണം. വെള്ളം പോവാനായിട്ട് വെക്കണം. ഇതൊരു 1/2 കിലോ അരി കേട്ടോ. നമുക്ക് സവോളയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. സ്റ്റൗ കത്തിച്ചു കൊടുക്കാം. ഒരു ചീഞ്ചട്ടി വെച്ച് കൊടുക്കുക കേട്ടോ. എണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. സവോള വറുത്തെടുക്കാനായിട്ട് നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ മുന്തിരി കഴുകിയിട്ടുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ വെള്ളം ഉണ്ടാകും. മുന്തിരി ഇട്ട് കൊടുക്കാം നമുക്ക്. മുന്തിരി കഴുകിയ കാരണം മുന്തിരിയിൽ വെള്ളം ഉണ്ടാകാണ്. നമുക്കത് കോരിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. ഈ സവോള ഒന്ന് വറുത്തെടുക്കണം നമുക്ക്. ഇതൊരു ചെറിയ സവോളയാണ് കേട്ടോ. നമുക്കിതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അരി നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്കിത് ഇതിലേക്ക് ഊറ്റി വയ്ക്കാം. അരി നമ്മൾ കഴുകി ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മാറ്റി വയ്ക്കുക. നമ്മുടെ സവോള വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കത് അണ്ടിപ്പരിപ്പിൻ്റെ കൂടെ ഇടാം. നമുക്ക് ഈ ചീഞ്ചട്ടി വാങ്ങി വയ്ക്കുക. ഉരുളി വെച്ച് കൊടുക്കുക. അപ്പം നമ്മൾ ഈ ഉള്ളി വറുത്ത എണ്ണ തന്നെ കുറച്ച് ഇതിലേക്ക് ഒഴിക്കുക. നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കോലം ഇട്ട് കൊടുക്കുക. 3-4 ഗ്രാമ്പു, 2-3 ഏലക്ക, ഒരു കഷ്ണം കറുകപ്പട്ട. കറുകപ്പട്ടയുടെ ഇലയാണ് ഇത് കേട്ടോ. പിന്നെ ഒരു ചെറിയ സവോള ഇതിട്ട് കൊടുക്കുക. നമുക്കിതൊന്ന് ഒന്ന് വഴറ്റിയാൽ മതി കേട്ടോ. ഒരുപാട് വേണ്ട. സ്റ്റൗ കത്തിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളം വെച്ച്, കുറച്ച് എന്ന് പറഞ്ഞാൽ ഇതിന് 1.5 ഗ്ലാസ് അരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിനൊരു 3.25 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മളിത് വറ്റിച്ചെടുക്കുക ചെയ്യണേ. അതുകൊണ്ട് ഇതിനൊരു 3.25 ഗ്ലാസ് വെള്ളം ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ്. നമ്മൾ അരി എടുത്തിരിക്കണ 1.5 ഗ്ലാസ് അരി. ഇതിലേക്ക് കഴുകി വാരി വെച്ചിരിക്കണ അരി ഇട്ട് കൊടുക്കുക. 10-15 മിനിറ്റ് നമ്മൾ കുതിർത്തി അരിയാണ് കേട്ടോ. ഇതൊന്ന് ഇതിൽ ഇങ്ങനെ വഴറ്റിയെടുക്കുക. അരി ഒരു 5 മിനിറ്റ് നേരം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കുക.
നമ്മൾ മസാലയുടെ കൂട്ടത്തില് കുരുമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒരു 1/4 ടീസ്പൂണ്. അത് പറയാൻ മറന്നുപോയി. മുളകും കൂടി നമ്മൾ പട്ടയും ഗ്രാമ്പൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ 5 മിനിറ്റ് നേരം 5-6 മിനിറ്റായി, 5-6 മിനിറ്റായി. നമുക്കിത് നമ്മൾ അടുപ്പത്ത് വെച്ച വെള്ളം തിളയ്ക്കാറായിട്ടുണ്ട് കേട്ടോ. വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളമല്ല, തിളച്ച വെള്ളം. നമ്മൾ ഇതിൽ വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ. നമുക്കിതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമുക്കിതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ചോറിനുള്ള ഉപ്പ് കേട്ടോ. ഉപ്പുണ്ടോ നോക്കാം. ഉപ്പുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ, നമ്മൾ നെയ്ച്ചോറാണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ 1 ടീസ്പൂണ് നെയ്യിട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. നമ്മൾ ഒരു അരമുറി ചെറുനാരങ്ങ നമുക്ക് പിഴിഞ്ഞു കൊടുക്കാം. ഇളക്കിയിട്ട് അടച്ചു വെച്ച് കൊടുക്കുക. സിമ്മിലിട്ടിട്ട് വെക്കുക കേട്ടോ. നമുക്കൊന്ന് സിമ്മിലിട്ടിട്ട് ഒന്ന് അടച്ചു വെക്കുക. അപ്പം നമ്മുടെ നെയ്ച്ചോറൊന്ന് തുറന്ന് നോക്കാം. വെന്തോ എന്താന്ന് നോക്കാം കേട്ടോ. വെള്ളം കുറച്ചുണ്ട്. ഒന്നും കൂടി ഇരിക്കണം കേട്ടോ. കുറച്ചു നേരം കൂടി നമുക്ക് നന്നായിട്ട് നമുക്കപ്പോൾ ഇത്തിരി മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കൊന്നും കൂടി അടച്ചു വെക്കാം. നമുക്കൊന്ന് തുറന്നു നോക്കാം. വെള്ളമൊക്കെ ഒരുവിധം വറ്റിയിട്ടുണ്ട്. ഒന്നും കൂടി എരിക്കണം. ചോറ് നോക്കാം നമുക്ക്. 2 മിനിറ്റ് കൂടി നമുക്ക് അടച്ച് വെക്കാം. അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ ചോറ് ഇവിടെ വെന്തിട്ടുണ്ട്. കറക്റ്റ് വെള്ളമൊക്കെ പാകമായിട്ടുണ്ട്. ഇതിലിരുന്നിട്ടൊന്ന് വെള്ളമൊന്നും ഇല്ല ചോറിൽ.
നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നെയ്യിട്ട് കൊടുക്കുക. നെയ്ച്ചോറാണല്ലോ, കുറച്ച് നെയ്യിട്ട് കൊടുക്കുക. ചോറൊക്കെ വെന്തിട്ടുണ്ട്. നെയ്യിട്ട് കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക്. കുറച്ച് നെയ്ച്ചോറായ കാരണം നമുക്ക് കുറച്ച് നെയ്യ് കൂടുതലിടണം. ബിരിയാണിയും കാട്ടി കുറച്ച് നെയ്യ് കൂടുതലിടണം. നമ്മൾ വറുത്ത് വെച്ച സവോളയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിയില ഇട്ട് കൊടുക്കുക കുറച്ച്. ബാക്കിയുള്ള മല്ലിയിലയും കൂടി നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. സ്റ്റൗ ഓഫാക്കി വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കുക. 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് നല്ല ചൂടാ. ഒന്നും പിടിച്ചിട്ടില്ല കേട്ടോ. അതെ, കണ്ടോ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇടയിലൊന്നും പിടിച്ചിട്ടില്ല. നല്ല ചൂടാണ് ഇപ്പോഴും. നമുക്കിത് പ്ലേറ്റിലേക്ക് എടുക്കാം. ഇതാണ് നമ്മുടെ നെയ്ച്ചോറ്. ഇതാണ് നമ്മുടെ നെയ്ച്ചോറ്. ഇത് വെച്ച അണ്ടിപ്പരിപ്പും സവോള വറുത്തതൊക്കെ ഉണ്ട്, അത് ഇട്ട് കൊടുക്കുക. നമ്മുടെ നെയ്ച്ചോറ് ഇതാണ്. എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. എല്ലാ കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി വെച്ച പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇതാണ് നമ്മുടെ നെയ്ച്ചോറ്. ഇനി നമ്മൾ നെയ്ച്ചോറിനൊരു ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നെയ്ച്ചോറിന് ഉണ്ടാക്കിയ ചിക്കൻ കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക.